നമസ്കാരം. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയായിട്ടുള്ള മേഘയുടെ മരണത്തിൽ അത് ആത്മഹത്യയാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട് പോലീസ്. പക്ഷെ ഇപ്പോഴും അതിലേക്ക് നയിച്ചിട്ടുള്ള വഴികൾ എന്താണ്, അല്ലെങ്കിൽ മേഘയെ അത്തരത്തിൽ പ്രേരിപ്പിച്ച കാര്യം എന്താണ് എന്നുള്ളതിൽ ഇപ്പോഴും ഒരു നിഗമനത്തിലെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അതിന് അന്വേഷണങ്ങളൊക്കെ തന്നെ അവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇന്നലെയായിരുന്നു സഞ്ചയനം, മരണാനന്തര ചടങ്ങുകളൊക്കെ ഇന്നലെയായിരുന്നു. അത് പൂർത്തിയായി. അതിനുശേഷം ഒരച്ഛൻ, വല്ലാത്തൊരു കഷ്ടമാണ്, അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ മക്കൾ മരിക്കുന്ന എന്ന് പറയുന്നൊരവസ്ഥ. ഈ അച്ഛൻ ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നീതിക്ക് വേണ്ടി അദ്ദേഹം തന്നെ ഇറങ്ങുകയാണ്. അല്ലെങ്കിൽ തൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അവിടെ ധാരാളം വിഷമങ്ങൾ ഉണ്ടാവാം. എന്നിരുന്നാലും ചോദിക്കട്ടെ, ഇതിലിപ്പോ ഈ IB ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇതൊരു വില്ലൻ എന്നുള്ള കാര്യത്തിലേക്ക്, നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായി സാധിക്കത്തില്ലേ? പക്ഷേ ഇതുവരെയായിട്ടും അദ്ദേഹത്തെ എവിടെയും ഇന്നാണ് ഒരു ഫോട്ടോ വന്നത്. അത് പക്ഷേ എനിക്ക് തോന്നുന്നു മെയിൻ ചാനലുകളൊന്നും കാണിച്ചിട്ടില്ല. ഒരു ഓൺലൈൻ മാധ്യമത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു ഫോട്ടോ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പേര് പോലും പുറത്തു വന്നിരിക്കുന്നത്. സുഗാന്ത് സുരേഷ്, മലപ്പുറം എടപ്പാൾ സ്വദേശി, പേര് പോലും വന്നിരിക്കുന്നത്. അതും അച്ഛൻ കഴിഞ്ഞ ദിവസം നൽകിയിട്ടുള്ളൊരു ബൈറ്റിലാണ് അദ്ദേഹം മാത്രമാണ് ആ പേര് പുറത്തു വന്നിട്ടുള്ളത്, പേര് പറഞ്ഞിട്ടുള്ളത്. അതും അദ്ദേഹം പേര് കൃത്യമായിട്ട് പറയാൻ കാരണം അദ്ദേഹത്തിന് മുൻപ് അറിയാം, ഈ മകള് പറഞ്ഞിട്ട് അറിയാമെന്നുണ്ട്. മാത്രമല്ല ഇന്നലെ അദ്ദേഹം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കി. അപ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തത വരുന്നത്. ഈ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കുമ്പോഴെല്ലാം തന്നെ കൃത്യമായിട്ട് ഈ മേഘയ്ക്ക് ലഭിക്കുന്ന സാലറി മുഴുവൻ, ഒരു IB ഉദ്യോഗസ്ഥരുടെ മിനിമം സാലറി എത്രയാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു സാലറി മുഴുവൻ ഒരേ അക്കൗണ്ടിലോട്ട് തന്നെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ആ അച്ഛൻ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ പേട്ട പോലീസ്, അതായത് മേഘയ്ക്ക് കിട്ടുന്ന ഒരു മാസ ശമ്പളം മുഴുവൻ ഇയാൾ വാങ്ങിയെടുക്കുകയാണ്. അതിനുശേഷം മേഘ ചെലവിനായി 500 1000 അങ്ങനെയായിട്ട് കൊടുക്കുന്നു. വല്ലാത്തൊരു അവസ്ഥ തന്നെ. ഈ അച്ഛൻ പറയുന്നുണ്ട് 24 വയസ്സായി മകൾക്ക്, ഇതുവരെയായിട്ടും അവളുടെ സാമ്പത്തിക കാര്യങ്ങളിലൊന്നും തന്നെ ഇടപെടാറില്ല. അല്ലെങ്കിൽ നമുക്കറിയാം, ഒരു പ്രായം കഴിഞ്ഞ് നമ്മുടെ അച്ഛനും അമ്മയാണെങ്കിൽ പോലും എന്താണ് ഈ പൈസ കൊണ്ടൊക്കെ ചെയ്യുന്നത് എന്നിരുന്നത് വലിയ രീതിയിൽ ഇടപെടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു അഭിപ്രായമാണ് അത് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ അച്ഛൻ പറയുന്നുണ്ട്, ഈ മകൾ ഈ പൈസ കൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊന്നും ഇവരിതുവരെയായിട്ട് ഇടപെടാറില്ല. അതുപോലെ പറയുന്നുണ്ട്, ഈ വീട്ടിൽ നിന്ന് മേഘയെ കാണാനായിട്ട് പത്തനംതിട്ടയിലേക്ക് തിരുവനന്തപുരത്തേക്ക് അവിടേക്ക് വരുമ്പോൾ, ഇവളുടെ ഹോസ്റ്റലിലോട്ട് വരുമ്പോഴൊക്കെ തന്നെ അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ, മേഘ പറയുന്ന സാധനങ്ങളും ആവശ്യപ്പെടാതെ തന്നെ സാധനങ്ങളെല്ലാം തന്നെ ഈ അച്ഛനും അമ്മയും വാങ്ങിക്കൊണ്ടാണ് പോകുന്നത്. യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ അതൊന്നും അറിയിക്കാതെയാണ് ഇതുവരെയായിട്ടും പോയിക്കൊണ്ടിരുന്നത്. ആ അച്ഛൻ പോലും ഞെട്ടിപ്പോയി. ഇന്നലെ മകളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ അതിൽ ഏറ്റവും അവസാനമായിട്ട് വെറും 860 രൂപയായിരുന്നു ആ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. ഇത്രയും പൈസ എവിടേക്ക് പോയി എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഈ കൂട്ടുകാരികളടക്കം ഇന്നലെ അവിടെ സഞ്ചയനത്തിന് ചെന്നപ്പോൾ അച്ഛനോട് പറഞ്ഞത്രേ, പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പോഴൊന്നും തന്നെ മേഘ വന്നിരുന്നില്ല. അപ്പോൾ പറഞ്ഞിരുന്നത് പൈസ ഇല്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്. പൈസ എവിടെ എന്തോ ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ വീട്ടിലേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അച്ഛൻ പറയുന്നുണ്ട്, ഈ വീട്ടിലോട്ടല്ല, തങ്ങൾക്കൊന്നും ഇതുവരെയായിട്ട് മേഘയുടെ അടുത്തുനിന്ന് 1 രൂപ പോലും അവർക്ക് ആവശ്യമില്ല. അപ്പോൾ അത് പറയുന്നുണ്ട്. മാത്രമല്ല ഒരു വട്ടം മേഘയുടെ പിറന്നാളിന് ലീവ് എടുത്തെന്ന്. അപ്പോൾ കൂട്ടുകാരിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ലീവ് എടുത്തത്, നീ വരാത്തെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് സ്വീറ്റ്സ് വാങ്ങി കൊടുക്കാൻ പോലും മേഘയുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും തോന്നാം, ഒരു 10-24 വയസ്സായി, ഇതുവരെയായിട്ടും ആ പെൺകുട്ടിയുടെ ഈ പൈസ മൊത്തം സാമ്പത്തിക ചൂഷണം നടന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. പക്ഷെ ഇപ്പോഴും ഈ പറയുന്ന പ്രതിയെ ചോദ്യം ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണം മനസ്സിലാക്കുന്നത് 2 ദിവസത്തേക്ക് എന്തോ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അതിനുശേഷം ഇയാൾ ഒളിവിൽ പോയി എന്ന വാർത്തകളടക്കം വരുന്നുണ്ട്. ഇയാളെ കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ ലഭ്യമല്ലേ. അപ്പോൾ ഒരു മാധ്യമത്തിൽ ഞാൻ പരിശോധിച്ചപ്പോൾ ഇയാളുടെ വീട്ടിലെത്തി കാര്യങ്ങൾ ചിത്രീകരിച്ചു. അപ്പോൾ വീട് അകത്ത് നിന്ന് പൂട്ടിയിരിക്കുകയാണ്. വീടിനുള്ളിൽ ആളുണ്ട് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും തന്നെ ആരെയും ഫേസ് ചെയ്യാനുള്ള ഒരു ഇത് കാണിക്കുന്നില്ല. കാര്യം വീട്ടുകാരൊന്നും അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. ഒരുപക്ഷെ ഇയാൾ ചെയ്ത പ്രവൃത്തിയുടെ പേരിൽ ആ വീട്ടുകാരുൾപ്പെടെ ഇത്രയും കാലം നല്ല രീതിയിൽ ജീവിച്ച ഒരു കുടുംബം, നല്ല മകൻ IB ഉദ്യോഗസ്ഥൻ, നല്ലൊരു രീതിയിൽ ജീവിക്കുന്ന കുടുംബം, അപ്പോൾ മകൻ്റെ ഭാഗത്തു നിന്ന് മറ്റൊരു പെൺകുട്ടി മരിക്കാനുള്ള കാരണമായി എന്ന അടക്കമുള്ള കാര്യങ്ങൾ വാർത്തയിലൂടെ വരുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ കൂടി നമ്മൾ നോക്കേണ്ടതാണ്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവിടം വിട്ട് അവർ മാറിയിരിക്കുന്നതെന്നാണ് കരുതേണ്ടത്. ഇനി ഇയാളെക്കുറിച്ചുള്ള കാര്യമാണെങ്കിൽ എന്തായിരുന്നാലും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഉറപ്പായിട്ടും ഉണ്ടാകും. ഇപ്പോൾ സുരേഷ് ഗോപി ഇന്നിപ്പോൾ മേഘയുടെ വീട്ടിലെത്തി കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, അതിന് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ന്യായമായ കാര്യങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും ഇതിൻ്റെ ദുരൂഹത പുറത്തു വരാൻ വേണ്ടി പരമാവധി സഹായിക്കുമെന്നൊക്കെ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അന്വേഷണം നടക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി മാത്രമേ ഇനി വരാനുള്ളൂ. മറ്റു കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളെ മിക്കവാറും ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് ഒരു പക്ഷേ കേസ് ചുമത്താനുള്ളൊരു സാഹചര്യം കൂടി വരുന്നുവെന്നാണ് ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇത്തരത്തിൽ എല്ലാ മാസവും
കയ്യിൽ കിട്ടുന്ന കാശ് മുഴുവൻ വാങ്ങിച്ചെടുക്കുക, അതിനുശേഷം പലതരത്തിലുള്ള ഒരു പക്ഷേ ഈ നമ്മൾ സമൂഹ മാധ്യമത്തിലൊക്കെ പറയുന്ന പോലെ കലിപ്പൻ കാന്താരി റിലേഷൻഷിപ്പൊക്കെ ഉണ്ട്, കണ്ടിട്ടുള്ളതാണ്. ഒരു വർഷം ആവുന്നുള്ള റിലേഷൻ. കഴിഞ്ഞ മാർച്ചിൽ ഇവർ ട്രെയിനിങ്ങിന് പോയപ്പോഴാണ് ഇവർ കണ്ടുമുട്ടുന്നത്. ഇതാ ഒരു മാർച്ച്, ഇപ്പോൾ ഒരു കൃത്യം ഒരു വർഷം തികയുമ്പോഴാണ് ഇത്തരത്തിലൊരു വാർത്ത വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട വിധത്തിലുള്ള ഒരു സ്വാതന്ത്ര്യമോ ഒരിക്കലും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചതിൻ്റെ പേരിലായിരിക്കത്തില്ല ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. തന്നെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയും അതിനുശേഷം തന്നെ ഒരു കറിവേപ്പില പോലെ ഒഴിവാക്കുകയും ചെയ്തു എന്നുള്ളൊരു മനോവ്യഥയുടെ പേരിലായിരിക്കും, ആ ഒരു മാനസിക വിഷമത്തിൻ്റെ പേരിലായിരിക്കും മേഘ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നുള്ള സംശയം വീട്ടുകാർക്കടക്കമുണ്ട്. ഇതിന് പിന്നിൽ ഇനി മറ്റെന്തെങ്കിലും പ്രേരണയുണ്ടോ? ഈ പറഞ്ഞതുപോലെ 8 മിനിറ്റോളം ഉള്ള ലാസ്റ്റ് ഫോൺ കോൾ, അതിൽ എന്തൊക്കെയാണ് സംസാരിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് അവർ പറഞ്ഞത്, അതിൽ മരിക്കുന്ന സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നോ, എന്നാൽ എന്തിനു വേണ്ടി മരിച്ചു, അതിനുവേണ്ടി എന്താണ് ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാമല്ലോ. ഇവിടെ ഇപ്പോൾ അച്ഛൻ കൂടുതലായിട്ട് കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊക്കെ ആദ്യം വാർത്ത കേട്ടപ്പോൾ നമുക്ക് അയ്യോ എന്തിനീ പെൺകുട്ടി ഇതിങ്ങനെ ചെയ്തു എന്നായിരുന്നു. പക്ഷെ അച്ഛൻ ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ അച്ഛനും ഇങ്ങനെ തന്നെയാണ് അറിഞ്ഞത് ഈ മകളുടെ കാര്യം. അവൾ നേരിട്ട് പോയിട്ട് എനിക്കിങ്ങനെ ഒരാളുമായിട്ട് പ്രണയത്തിലാണ് എന്നുള്ളത് പറഞ്ഞതല്ല. അദ്ദേഹം അത് കണ്ടുപിടിക്കാനുള്ള കാരണവും പറഞ്ഞിരുന്നു. എറണാകുളത്ത് ഇദ്ദേഹം വാങ്ങിക്കൊടുത്ത, അതെ അദ്ദേഹം വാങ്ങിക്കൊടുത്താണ്. ഈ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന ശേഷം വാങ്ങിക്കൊടുത്ത കാറാണ്. അതിനുശേഷം എറണാകുളം ടോൾ പ്ലാസ കടന്നു പോയപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫോണിലോട്ട് മെസ്സേജ് വരികയാണ്. അതായത് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സമയത്ത് എറണാകുളത്ത്, പിന്നെ ഈ IB ഉദ്യോഗസ്ഥൻ കൊച്ചിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴാണ് അവർ പോലും ഇത്തരത്തിലൊരു ബന്ധമുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇദ്ദേഹം ഇപ്പോൾ പറയുമ്പോൾ പല കാര്യങ്ങളും മകൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും നേരെ മേഘയ്ക്കെതിരാണ്. ഇപ്പോൾ മേഘയുടെ ഈ ഒരു വാർത്ത ചെയ്യുന്നതിൻ്റെയൊക്കെ താഴെ വരുന്ന കമൻറ്റ് മേഘയ്ക്കെതിരെയാണ്. ഈ മേഘ അച്ഛനെ ചതിച്ചു, ഇത്രയധികം സ്നേഹിച്ചിട്ടുള്ള അച്ഛനെയും അമ്മയും മേഘ ചതിച്ചു, ഇന്നലെ കണ്ട ഏതോ ഒരുത്തിന് വേണ്ടിയിട്ടാണ് അവൾ ഇത്തരത്തിലൊക്കെ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് മേഘയ്ക്കെതിരെയാണ് കമൻറ്റുകൾ വരുന്നത്. നമ്മൾ മുൻപ് പല ഇത്തരത്തിൽ പെൺകുട്ടികൾ വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളൊക്കെ കാണുമ്പോൾ അതിന് താഴെ വരുന്ന കമൻറ്റുകളാണ്, പൊതുവെ വരുന്ന കമൻറ്റുകളാണ്, ഇവൾക്ക് ആദ്യം വിദ്യാഭ്യാസം നേടിക്കൊടുക്കണമായിരുന്നു, അതിനുശേഷം സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രം കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഇവിടെ ഈ മേഘയുടെ കേസിലോട്ട് വരുമ്പോൾ മേഘ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, അതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു ജോലിയിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിന് താഴെ വരുന്ന ആളുകളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, കാര്യങ്ങളെ വിവേകത്തോടു കൂടിയും അതുപോലെ തന്നെ പക്വതയോടും കൂടിയിട്ട് തന്നെ അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവും കൂടെ അല്ലെങ്കിൽ ഒരു വിവേകം കൂടെ അവൾക്ക് ഉണ്ടാവണം എന്നായിരുന്നു കമൻറ്റുകൾ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഈ നമ്മുടെ പുതിയ തലമുറയിൽ തന്നെ ഉള്ളൊരു പ്രശ്നമാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. അതുപോലെ ഈ പ്രതിസന്ധി ഘട്ടം എന്ത് വന്നാലും അതിനെ തരണം ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതുപോലുള്ള സംഭവങ്ങളിലേക്ക് നയിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്ത് പ്രശ്നം വന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും കാലം വളർത്തി വലുതാക്കി അച്ഛനമ്മമാരുണ്ട്, എന്തുണ്ടെങ്കിലും അവരുടെ തുറന്നു പറയാം, ഒരു തരത്തിലും ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ മറച്ചു പിടിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും അവസാനം നമുക്ക് വിനയായിട്ട് മാറുന്നത്. ഒരു പക്ഷേ ഈ ഒരു ചൂഷണം വരുന്ന സമയത്തോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പീഡനമോ മറ്റോ മാനസികമായി അവളെ അലട്ടുന്ന സംഭവങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യമേ ആ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും ജീവൻ വെടിയേണ്ട ഒരു വലിയ ബുദ്ധിമുട്ട് ആ കുട്ടിക്കുണ്ടെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകരായിരുന്നാലും രക്ഷകർത്താക്കളാണെങ്കിൽ മക്കളോട് ചോദിച്ച് മനസ്സിലാക്കുക. ഇനി പണം പ്രധാനമായിട്ടും ഒരു ജോലി കിട്ടുമ്പോൾ അത് അവരുടെ കാശല്ലേ, നമ്മളെന്തിനാ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തിനാണ് ഈ കാശ് ചിലവാക്കുന്നത് എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ലഹരിക്ക് വേണ്ടി പല ജോലി ചെയ്യാനും പല പണിയെടുക്കാനും തയ്യാറായി ചെറുപ്പക്കാർ പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ അവർ ഈ കാശ് എന്തിനു വിനിയോഗിക്കുന്നു, കാശിൻ്റെ പ്രാധാന്യം, ഭാവിയിലേക്ക് അത് സേവ് ചെയ്യാനുള്ള ഒരു ചിന്താഗതി അവർക്കുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടുകാർ മനസ്സിലാക്കണം. ജോലി കിട്ടി, അവർക്ക് ശമ്പളമുണ്ട്, കഴിഞ്ഞു, നമ്മുടെ ബാധ്യത കഴിഞ്ഞു എന്നുള്ളതല്ല, അവരെ ഗൈഡ് ചെയ്യുക എന്നൊരു ഉത്തരവാദിത്തമാണ് വീട്ടുകാർക്കുള്ളത്. അവരെ 24 മണിക്കൂറും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, അവർക്ക് മേൽ പ്രഷർ കൊടുക്കുക എന്നുള്ളതല്ല, അവർ ശരിയായ വഴിയിലൂടെ ആണോ സഞ്ചരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഉറപ്പാക്കണം. നല്ലൊരു നിലയിലെത്തി ഇനി അവൻ്റെ കാര്യം അല്ലെങ്കിൽ അവളുടെ കാര്യം അവർ നോക്കിക്കോളും എന്നുള്ളതല്ല. കഴിയും വിധം നമ്മളൊക്കെ അവരുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചിപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ മാനസികമായൊരു പിന്തുണ ലഭിക്കാത്തതിൻ്റെ പേരിൽ ഈ ഒറ്റപ്പെടൽ, ജോലിയുമായി ബന്ധപ്പെട്ട പ്രഷർ, അതുപോലെ റിലേഷൻഷിപ്പിലുണ്ടാകുന്ന വിഷയങ്ങൾ, ഇതൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട രീതിയിലുള്ള ഗൈഡൻസോ പിന്തുണയോ ഒപ്പമുണ്ടെന്നുള്ളൊരു തോന്നൽ മാത്രം മതി. ഒരുവിധം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വീട്ടുകാർക്കും തുല്യ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീട്ടുകാരും ഇടപെടണം, സംസാരിക്കണം, എന്തൊക്കെയാണ് നിൻ്റെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് ഇത് ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാം ഓക്കെ തന്നെയല്ലേ, ഇങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇതൊക്കെ ചോദിക്കാവുന്നതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര്, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ നിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ, നമുക്ക് നടത്താം,
ഇങ്ങനെയൊക്കെയുള്ള ഓപ്പണായിട്ട് സംസാരിക്കാൻ, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് മക്കളുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാൻ മാതാപിതാക്കൾ ഒരിക്കലും മടി കാണിക്കരുത്. അങ്ങനെ വരുമ്പോൾ അവർക്കും പറയാനുള്ളൊരു ചാൻസ് കിട്ടുകയാണ്. അതല്ലാതെ എന്തെങ്കിലും ഒരു ഇതിൻ്റെ പേരിൽ അവരെ എടുത്തിട്ട് അടിക്കുമെന്നോ അതിൽ നിന്ന് വിലക്കുമെന്നോ അങ്ങനെയൊക്കെ ഭയന്നായിരിക്കും ഒളിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ മേഘ വീട്ടുകാരിൽ നിന്ന് ഒളിച്ചു എന്ന് പറയുമ്പോൾ മേഘ ഒരു പക്ഷേ വീട്ടുകാരെ ഭയന്നിട്ടുണ്ടായിരിക്കും, ഇതിനെ വിലക്കുമെന്നോ ഇതിന് തടയിടുമെന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഭയം ഒരുപക്ഷെ ആ കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം. ഒരിക്കലും വീട്ടുകാരങ്ങനെ ചെയ്യുമെന്നല്ല പറയുന്ന, വീട്ടുകാരങ്ങനെ ചെയ്യുമെന്നൊരു തോന്നൽ മനസ്സിലുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള തോന്നലുകളെയൊക്കെ തന്നെ ചെറിയ പ്രായത്തിലെ നമുക്ക് മാറ്റി നിർത്താനും അവർക്ക് എന്തും സംസാരിക്കാൻ പറ്റുന്ന, എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മാതാപിതാക്കളായി നമ്മൾ കൂടുതൽ മാറേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. നമുക്കറിയത്തില്ല അവരെന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്നുള്ളത്. അപ്പം എവിടെയാണ് അവർക്ക് താളം തെറ്റുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്കൂളിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം മുതൽ മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. കാരണം നമ്മളിപ്പോൾ കുഞ്ഞു ക്ലാസ്സുകളിലാണെങ്കിലും നമ്മൾ മാത്സ് പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, അങ്ങനെ പല സബ്ജക്റ്റുകളും നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ പേപ്പറിൽ എഴുതി നമ്മൾ പാസ്സാവുന്നുണ്ട്. പക്ഷേ ഈ ഒരു എഡ്യൂക്കേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് അത് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നുള്ളതിൽ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ. അല്ലാണ്ട് എനിക്ക് ഇത്ര ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ വളരെ ചെറിയ ക്ലാസ്സിലാണെങ്കിൽ തന്നെ നമ്മൾ അവർക്ക് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ സത്യസന്ധതയോട് കൂടിയിട്ടും അതുപോലെ തന്നെ പക്വതയോട് കൂടിയിട്ടും ധൈര്യത്തോട് കൂടിയിട്ടും കുട്ടികളെ കാര്യങ്ങൾ അത് ഫേസ് ചെയ്യാൻ കൂടി പഠിപ്പിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് അനിവാര്യമാണ്. കാരണം ചെറിയ പിള്ളേരടക്കം ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഈ 10ാം ക്ലാസ്സും +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, നമ്മൾ ഒരുപാട് വാർത്തകൾ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് റെക്കോർഡ് ഒപ്പിട്ടില്ല, അല്ലെങ്കിൽ മാഷ് എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. എത്രത്തോളം അപ്പോൾ ഇവിടെയും കൂടെ ഒരു നമ്മുടെ ഇനി വരുന്ന ഭാവി തലമുറയെ കൂടി ഇതിനൊക്കെ പ്രാപ്തമാക്കാൻ ഇവിടെ കൂടി ഇതൊന്നും ഇന്നും നാളെയും പ്രാക്ടിക്കൽ ആവുന്ന കാര്യമല്ല. പക്ഷെ എന്നിരുന്നാലും അവിടെ കൂടി ഒരു മാറ്റങ്ങൾ വരേണ്ടത് അനിവാര്യമാണ്.